സ്റ്റുഡൻസ് എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ 15 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്, അല്ലെങ്കിൽ ഹൈക്കോടതിയും കീഴ്ക്കോടതിയും, ഇവയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് വരുന്നത്. ഹൈക്കോടതിയുടെ നിയമനങ്ങൾ, ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കീഴ്ക്കോടതികളെ കുറിച്ചിട്ട്, എത്രയൊക്കെ കീഴ്ക്കോടതികളുണ്ട്, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമേ സംസ്ഥാന ഹൈക്കോടതികൾ എന്താണെന്ന് നോക്കാം. ഹൈക്കോടതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കും 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് 21 ഹൈക്കോടതികളാണുള്ളത്. എത്രയാണ്? 21 ഹൈക്കോടതികളാണുള്ളത്. അപ്പം ഇവിടെ നമുക്ക് 21 ഹൈക്കോടതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ടോട്ടൽ ഹോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും കൂടെയാണ് 21. അപ്പം ചില സംസ്ഥാനങ്ങൾ എന്താണ്, ഒരു ഹൈക്കോടതിയെ പങ്കിടുന്നുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റിൽ, ചില ഹൈക്കോടതികൾ 2 സംസ്ഥാനങ്ങൾക്കോ കൂടുതൽ സംസ്ഥാനങ്ങൾക്കോ ആയുള്ളവയാണ്. ഓക്കെ, അതെന്താണ്? ഉദാഹരണത്തിന് നമുക്ക് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾക്കും ചണ്ഡീഗഡിനുമുള്ള ഹൈക്കോടതി ചണ്ഡീഗഡിലാണ്. എന്താണ്? പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് ചണ്ഡീഗഡിനുമുള്ള, പഞ്ചാബ് ഹരിയാന സ്റ്റേറ്റ് ആണല്ലേ വരുന്നത്. അപ്പോൾ അവർക്കുള്ള ഈ 2 സംസ്ഥാനങ്ങൾക്കും ചണ്ഡീഗഡിനും കൂടി എവിടെയാണ് നമ്മുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡിലാണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അതാണ് നേരത്തെ മുൻപ് പറഞ്ഞ പോയിന്റ്. ചില ഹൈക്കോടതികൾ 2 സംസ്ഥാനങ്ങൾക്കോ കൂടുതൽ സംസ്ഥാനങ്ങൾക്കോ ആയിട്ടുള്ളവയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വേറൊരു ഉദാഹരണം കൂടെ കൊടുത്തിട്ടുണ്ട്. ഗുവാഹത്തി ഹൈക്കോടതി, ആസാം, നാഗാലാൻഡ്, മിസോറാം എന്നിവയ്ക്ക്. അപ്പം ഈ 3 മുൻപേ ഉണ്ടല്ലോ, നമ്മളിപ്പം 7 സിസ്റ്റേഴ്സ് എന്നാണ് ഇവരെ പറയില്ല. അസാം, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, അരുണാചൽ പ്രദേശ്, ഇവർ 7 സിസ്റ്റേഴ്സാണ് വരുന്നത്. അപ്പം ഇവർക്കുണ്ടല്ലോ എല്ലാവർക്കും കൂടെ ഗുവാഹത്തി ആയിരുന്നു ഹൈക്കോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ആസാമിനും നാഗാലാൻഡിനും മിസോറിനുമായിട്ട് മാത്രമായി വന്നു. അസാമിലാണ് ഗുവാഹത്തി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വരുന്നത്, അവിടെ തന്നെയാണ് ഹൈക്കോർട്ട് വരുന്നത്. ബാക്കിയുള്ള 4 സ്റ്റേറ്റ്സിനും അവർക്ക് ഒറ്റയ്ക്ക് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട് പിന്നീട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞ പോയിന്റിനെ ഒന്ന് വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഡൽഹിക്ക് സ്വന്തം ഹൈക്കോടതി ഉണ്ടെന്ന്. ഡൽഹിക്ക് എന്താണ്? സ്വന്തം ഹൈക്കോടതി. നമ്മൾ സ്റ്റേറ്റിനാണ് ഹൈക്കോർട്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൽഹി എന്താണ്? ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അല്ലേ, കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ് അല്ലാതിരുന്നിട്ട് കൂടെ, സംസ്ഥാനം അല്ലാതിരുന്ന, ഒരു രാജ്യം എന്നല്ല, സ്റ്റേറ്റ് എന്നാണ് കേട്ടോ വേണ്ടത്. സ്റ്റേറ്റ് അല്ലാതിരുന്നിട്ട് കൂടെ എന്താണ്, ഡൽഹിക്ക് ഹൈക്കോടതിയുണ്ട്. അപ്പം ഇത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു പോയിന്റ്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന ഹൈക്കോടതികളിൽ പറയേണ്ടത്. അപ്പം സ്റ്റേറ്റ് ഹൈക്കോർട്ട്സിനെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസ് വായിക്കാം. നേരത്തെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ അതേ എക്സ്പ്ലനേഷനും തന്നെ ഇംഗ്ലീഷിൽ പറയാനുള്ളൂ, ജസ്റ്റ് അതൊന്ന് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളതെന്ന് മാത്രം. ഇനി എങ്ങനെയാണ് ഹൈക്കോടതി ന്യായാധിപന്മാരെ നിയമിക്കുന്നത്, ജഡ്ജികളെ എങ്ങനെയാണ് നിയമിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത്, പ്രസിഡൻ്റാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത്. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡൻ്റാണ്. അപ്പം ഓർക്കാം, നമ്മുടെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും. അപ്പം നമുക്ക് ഒരു ഹൈക്കോർട്ടിലേക്ക് വേണ്ടിയിട്ട് ചീഫ് ജസ്റ്റിസ് വേണം, പ്ലസ് കുറച്ച് ജഡ്ജിമാർ വേറെയും വേണം. അപ്പോൾ അത് നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡൻ്റാണ്. ഇനി ചീഫ് ജസ്റ്റിസ് നിയമിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോടും അത് സംബന്ധിച്ച ഗവർണറോടും അഭിപ്രായം ചോദിക്കണം. അപ്പോൾ എന്താണ്, ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ എവിടെയുള്ള ചീഫ് ജസ്റ്റിസിനെയാണ്? ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ നമ്മൾ ആരോടൊക്കെയാണ് അനുവാദം ചോദിക്കേണ്ടത്? പ്രസിഡന്റ് അല്ലെ, അഭിപ്രായം ചോദിക്കേണ്ടത്, അനുവാദം അല്ല, അഭിപ്രായം ചോദിക്കേണ്ടത് ആരോടൊക്കെയാണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കണം. പ്ലസ് ആ ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, ആ ഒരു സംസ്ഥാനത്തിന്, അതാണ് ഇവിടെ അത് സംബന്ധിച്ച ഗവർണർ എന്ന് പറഞ്ഞത്.
ആ ഒരു സംസ്ഥാനം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആ 2 സംസ്ഥാനങ്ങളിലുള്ള ഗവർണറിനോട് ചോദിക്കണം, അഭിപ്രായം ചോദിച്ചിരിക്കണം ആ ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ. നെക്സ്റ്റ് നോക്കാം. ഇനി മറ്റു ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ, അതായത് ചീഫ് ജസ്റ്റിസിനെ പ്രസിഡന്റ് സുപ്രീം കോടതി ജസ്റ്റിസിനോടും ഗവർണറോടും അഭിപ്രായം ചോദിച്ച് നിയമിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി പാനലുണ്ടല്ലോ, മറ്റ് ജഡ്ജിമാരുണ്ടല്ലോ, അവരെ എങ്ങനെ നിയമിക്കാം? അവരെ നിയമിക്കുമ്പോൾ ആരോട് അഭിപ്രായം ചോദിക്കണം? ഇങ്ങനെ മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നതാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും ഗവർണറോടും ആണ് അഭിപ്രായം ചോദിക്കേണ്ടത്. അപ്പം മറ്റ് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ നമ്മൾ ഒരാളെയും കൂടെ പ്ലസ് ചെയ്തു. നേരത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഗവർണറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റ് ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ ഇവിടെ ആരാണ്? ആ ഒരു സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും അതിൽ പങ്കുചേരാൻ പറ്റുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ജഡ്ജിമാരുടെ മാറ്റം, അതായത് ട്രാൻസ്ഫർ. ജഡ്ജികളെ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് അനുവാദമുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, 1993-ലും 99-ലുമുള്ള സുപ്രീം കോടതി വിധികൾ പ്രകാരം സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിമാരുടെ സംഘം, ഈ ഒരു മുതിർന്ന ജഡ്ജിമാരുടെ സംഘത്തെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? കൊളീജിയം പാനൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കൊളീജിയം പാനലാണ് ന്യായാധിപന്മാരെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ്? നമുക്കൊരു മുതിർന്ന സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരുടെ ഒരു സംഘം, കൊളീജിയം പാനലുണ്ട്. അപ്പം അവരാണ് ഏതൊക്കെ ആൾക്കാരെയാണ് നിർദ്ദേശിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജിമാരായിട്ട്. അപ്പോൾ ഇവരാണ് അതിനുള്ള ഒരു പട്ടിക തയ്യാറാക്കി കൊടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, കൊളീജിയത്തിൻ്റെ നിർദ്ദേശം പ്രസിഡന്റിന് ബാധ്യതാ വിധേയമാണ്. അപ്പം ഈ ഒരു കൊളീജിയം പാനൽ കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം അനുസരിച്ചായിരിക്കും പ്രസിഡന്റ് നമ്മളെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ യോഗ്യത എന്താണ് വരുന്നത്? കാര്യങ്ങളൊക്കെ നോക്കാം. യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം നമ്മുടെ ഈ ഒരു ഹൈക്കോടതി ജഡ്ജി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ ടെന്യൂർ എന്നാണ് കേട്ടോ കാലാവധിക്ക് പറയുന്നത്. എന്താണ് ടെന്യൂർ എന്നാണ് കാലാവധിക്ക് പറയുന്നത്. പിന്നെ അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനിയുള്ള പോയിന്റിൽ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം, യോഗ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനാകാൻ ഇന്ത്യൻ പൗരനാകണം. ഇത് തന്നെയാണ് അല്ലെ പലപ്പോഴായിട്ട് പലതിലും നമ്മൾ കേൾക്കുന്നത്. ഒരു പ്രസിഡൻ്റ് ആവാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഗവർണർ, അങ്ങനെ പ്രൈം മിനിസ്റ്റർ, ഏത് പൊസിഷനിലാണെങ്കിലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാൻ വരെ എന്തായിരിക്കണം ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇന്ത്യയിലുള്ള ആളായിരിക്കണം, ഇന്ത്യൻ പൗരനാകണം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ഇത് എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ, കുറഞ്ഞത് 10 വർഷം ജില്ലാ തലത്തിൽ ജുഡീഷ്യൽ ഓഫീസറായി സേവനം ചെയ്തിരിക്കണം. എന്താണ് നെക്സ്റ്റ് വരുന്നത്? 10 വർഷമാണ് കേട്ടോ. ജില്ലാ തലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥിതിയിലാണ് കേട്ടോ ജുഡീഷ്യൽ ഓഫീസറായിട്ട് സേവനം ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ലോയറായിട്ടൊക്കെ ഒരു മിനിമം 10 വർഷം ആരാണ് ഈ ഒരു ഹൈക്കോടതി ജഡ്ജി ആവാൻ പോകുന്നവർ പ്രവർത്തനം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിൽ 10 വർഷം പരമ്പരാഗതമായിട്ട് അഭിഭാഷകനായിരിക്കണം. അതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത്, ഹൈക്കോടതി ജഡ്ജിമാർ 62 വയസ്സ് വരെയാണ് പദവിയിൽ തുടരുക. അപ്പം ഈ ആദ്യത്തെ 3 കാര്യങ്ങളും ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. യോഗ്യതയാണ് ആദ്യത്തെ 3 പോയിന്റ്സ് പറഞ്ഞത്. ഒന്ന് സിറ്റിസൺ ആവണം, ഒന്ന് ഒരു ജുഡീഷ്യൽ ഓഫീസർ ആവണം 10 വർഷം, പിന്നെ എന്താണ് പറഞ്ഞത്? അഭിഭാഷകനായിരിക്കണം 10 വർഷം. അപ്പോൾ ഇത്രയാണ് ഈ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെയുള്ള പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവധി. അപ്പം ടെന്യൂർ എന്നായിരിക്കും കേട്ടോ. ഈ ഒരു വേർഡ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണല്ലോ വരുത്തുക. അപ്പോൾ അതിൻ്റെ ആൻസർ മലയാളത്തിൽ എഴുതണമെങ്കിൽ പലപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്.
അല്ലേ? അപ്പം കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെന്യൂർ എന്നാണ് വരുന്നത്. അപ്പം അത് എത്ര വയസ്സ് വരെയാണ്? ഹൈക്കോടതി ജഡ്ജിമാർ 62 വയസ്സ് വരെയാണ് പദവിയിൽ തുടരുക. ഓർക്കാം, 62 വയസ്സാണ് കേട്ടോ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് വരുന്നത്. അത് അവസാനിച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ സുപ്രീം കോടതിയിൽ ജഡ്ജിയാവാം, അല്ലെങ്കിൽ മറ്റൊരു ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കാൻ കഴിയും. അപ്പം എന്താണ്? മറ്റൊരു ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഓക്കെ, 62 വരെ ആ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കാൻ പറ്റത്തുള്ളൂ. ആഫ്റ്റർ ദാറ്റ് അവർക്ക് അഭിഭാഷകനായിട്ട് ഹൈക്കോടതിയിൽ തുടരാവുന്നതാണ്, മറ്റൊരു ഹൈക്കോടതിയിലെ, സെയിം ഹൈക്കോടതിയല്ല, മറ്റൊരു ഹൈക്കോടതിയിൽ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് അതിൻ്റെ റിമൂവലാണ്. നീക്കം ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് അവസാന പോയിന്റ് പറയുന്നത്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് വളരെ കടുപ്പമുള്ള നടപടിക്രമം തന്നെയാണ്. പാർലമെൻറ്റിൻ്റെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ് നീക്കം ചെയ്യാൻ സാധിക്കുക. പ്രസിഡന്റിനാണ് അന്തിമ തീരുമാനം. അപ്പം നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റിൻ്റെ 2 സഭകളും കൂടി തീരുമാനിച്ചിട്ടാണ് നീക്കം ചെയ്യേണ്ടത്. അപ്പം ഇതിന് അന്തിമ തീരുമാനം എടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് തനത് അധികാരമാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങളും പരിധികളുമാണ്. ഹൈക്കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, അതിൻ്റെ ഏരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് തനത് അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് സുപ്രീം കോടതിൻ്റെ കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? തനത് അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഹൈക്കോടതിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്, കേസസ് കാര്യങ്ങളൊക്കെയാണ്. അതിനാണ് തനത് അധികാരം എന്ന്. അതിന് നമുക്ക് അപ്പീൽ മുഖേന ലോവർ കോർട്സിൽ നിന്ന് നമുക്ക് കേസ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കേസുള്ള ആൾക്കാർക്ക് നേരിട്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റുന്ന അധികാരങ്ങളാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അത് ഫസ്റ്റ് പോയിന്റ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാം. എന്താണ് അടിസ്ഥാന അവകാശങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ? അപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹർജി നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കോടതി റിറ്റ്. കോടതിയുടെ റിറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കോടതി റിറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്യോ വാറൻറ്റോ, സർട്ടിയോററി. അപ്പം ഈ ഒരു റിറ്റ്സിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു സെഷനിലും ക്ലാസ്സിലും കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് പറയുന്നതാണെങ്കിൽ എന്താണ്? അന്യായമായിട്ട് ഒരു വ്യക്തിയെ തടവിലാക്കിയാൽ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഉത്തരവിടും. ആ ഒരു റിറ്റിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ? ഇനിയിപ്പം ക്യൂ വാറൻ്റ് ഒക്കെ പറയുന്നതാണെങ്കിൽ എന്താണ്? അനധികൃതമായിട്ട് പദവിയിലിരിക്കുന്നവർക്ക് ഒരു വ്യക്തി നിയമപരമല്ലാതെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിടുന്നത് അതിനെയാണ്. അല്ലെങ്കിൽ എന്താണ്? അധികാരത്തിലിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ചെയ്യാനുള്ളതാണ് കേട്ടോ. ആ ഒരു കോടതി ഉത്തരവിടുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്യൂ വാറൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസത ഒഴിവാക്കുന്നതാണ്, മുൻപ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കോടതി റിറ്റ്സ്. അപ്പോൾ ഇതിന്ന് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അവരിപ്പം ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് എന്ത് റിറ്റാണെന്ന് പറയാനില്ല, എന്താണ് സംഭവം എന്ന് ആൻസർ ആയിട്ട് എഴുതാനുള്ള രീതിയിൽ. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടെ നോക്കണം കേട്ടോ. മലയാളം സ്റ്റുഡൻറ്റിന് തന്നെ നിങ്ങളിപ്പോൾ മലയാളം ആണ് ക്ലാസ് എങ്കിൽ പോലും നിങ്ങൾ എന്താണ് ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കണം. അതായത് നമ്മളിപ്പം +2 സ്റ്റുഡൻസ് ആണ്. ഇനിയുള്ള പല കാലഘട്ടങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ എന്താണ് ഇംഗ്ലീഷും അത്യാവശ്യമാണ്. അപ്പം മലയാളത്തിലാണ് എക്സാം എങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് അത് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇംഗ്ലീഷും അതേപോലെ തന്നെ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷും നിങ്ങൾ വായിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ വരുന്നത്? MLA തിരഞ്ഞെടുപ്പുകൾ നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുക. അപ്പം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ ഒന്നാണ് ഇത് വരുന്നത്. MPയും MLA തിരഞ്ഞെടുപ്പുകൾ നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 എണ്ണമാണ് ഇപ്പം ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹർജി സമർപ്പിക്കാം. ഇതിൽ കോടതി റിറ്റ്സ് പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് അണ്ടർ ആർട്ടിക്കിൾ 226 226 ഭരണഘടനയിലെ എന്താണ് 226 ആർട്ടിക്കിൾ പ്രകാരമാണ്, അനുച്ഛേദം പ്രകാരമാണ് എന്താണ് കോടതി റിറ്റ്സ് പുറപ്പെടുവിക്കുന്നത്.
പിന്നെ ആണെങ്കിൽ എന്താണ് MP MLA തെരഞ്ഞെടുപ്പുകൾ നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതും ഇതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പല്ലറ്റ് അധികാരമാണ്. അപ്പീൽ ചെയ്യുന്ന അധികാരമാണ്. ജില്ലാ സെഷൻസ് കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ ഹൈക്കോടതി കേൾക്കും. അപ്പം ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻ കോർട്ട് അല്ലേ, അപ്പം ജില്ലാ കോർട്ടൊക്കെ വരുന്നത് സിവിൽ കേസസ് ഒക്കെ വരുന്നത്, സെഷൻ കോർട്ടാണെങ്കിൽ ക്രിമിനൽ കേസസ് വരുന്നതൊക്കെ. അപ്പം ഇത് ആ ഒരു കോർട്ട് എന്നൊക്കെയുള്ളൂ, ഇതെല്ലാം കീഴ്ക്കോടതികളല്ലേ വരുന്നത്, ജില്ലാ ഒരു സെഷൻസ് കോർട്ടൊക്കെ. അപ്പം അവിടെ നിന്ന് വരുന്ന ഓരോ കേസിൻ്റെയും അപ്പീലുകൾ എന്താണ് ഹൈക്കോടതി കേൾക്കുന്നതാണ്. ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പാക്കാൻ പറ്റും, അങ്ങോട്ടേക്ക് അയക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് 5 ലക്ഷം രൂപയിലധികം തുക ഉൾക്കൊള്ളുന്ന സിവിൽ കേസുകൾ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാം. അപ്പം സിവിൽ കേസുകൾ എന്താണ് 5 ലക്ഷത്തിന് മുകളിലുള്ളത്. അതിൻ്റെ താഴെയുള്ള കേസസ് എന്താണ് നമ്മുടെ ആ ഒരു സിവിൽ കോർട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷേ 5 ലക്ഷത്തിൽ രൂപ അധികം തുക ഉൾക്കൊള്ളുന്ന കേസുകൾക്കൊക്കെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പീലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പിഴവുള്ള കുറ്റവാളികൾക്ക് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. എന്താണ് കുറ്റവാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ അതോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ വരുന്നത്, ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഇതിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, രണ്ടാമത് വരുന്നത് അപ്പല്ലറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇതിൽ മൂന്നാമതായിട്ട് വരുന്ന അധികാരമാണ് കേസുകൾ കൈമാറുന്നത് കേട്ടോ, ട്രാൻസ്ഫർ ഓഫ് കേസസ്. അതിൻ്റെ അണ്ടറിൽ എന്താ വരുന്നത്, ഒരു പ്രധാന നിയമ ചോദ്യമുണ്ടെങ്കിൽ ഹൈക്കോടതി ജില്ലാ കോടതിയിൽ നിന്നുള്ള കേസ് കൈമാറാം. അതെന്താണ് ആ ഒരു നിയമത്തിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിയമം ശരിയല്ല തോന്നിക്കഴിഞ്ഞാലോ എന്തെങ്കിലും താഴെ കോടതിയായിട്ടുള്ള ജില്ലാ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് കേസ് കൈമാറാൻ പറ്റുന്നതാണ്. അതാണ് ട്രാൻസ്ഫർ ഓഫ് കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കേസ് ഹൈക്കോടതിയിൽ തീർപ്പാക്കാനോ അല്ലെങ്കിൽ തീരുമാനമൊന്നും നിർദ്ദേശിച്ച് തിരികെ അയക്കാനോ കഴിയും. അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന കേസ് എന്താവാം, അത് ഒന്നെങ്കിൽ തീർപ്പാക്കും അല്ലേ, തീർപ്പാക്കാൻ കഴിയും, അല്ലെങ്കിൽ തീരുമാനം ഒന്നും എടുക്കുന്നില്ല, അത് തീരുമാനം ഒന്നും എടുക്കാതെ തന്നെ തിരിച്ച് ആ ഒരു ജില്ലാ കോടതിയിലേക്ക് തന്നെ കൊടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ഓഫ് കേസിൽ വരുന്നത്. ഇനി നാലാമത്തെ അതിൻ്റെ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കോടതികളുടെ മേൽനോട്ടാണ്. മറ്റു കോടതികളുടെ മേൽനോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കീഴ്ക്കോടതികളുണ്ടല്ലോ, സിവിൽ കോർട്ട്, സെഷൻ കോർട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഇവയുടെ ഒക്കെ മേൽനോട്ടം നടത്തുന്നത് നമ്മളുടെ ആരാണ്, ഈ ഒരു ഹൈക്കോർട്ടാണ് കേട്ടോ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. സമസ്ത ജില്ലാതല കോടതികളും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതായത് എന്താണ്, എല്ലാ ജില്ലാ കോടതികളും ആരുടെ നിയന്ത്രണത്തിലാണെന്നാണ് പറയുന്നത്, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ നിയമനവും നിയമാനുസൃതമായിട്ട് പ്രവർത്തനങ്ങളും ഹൈക്കോടതി മേൽനോട്ടം വഹിക്കും. ന്യായാധിപന്മാരെന്നിവിടെ പറയുന്നത് കീഴ്ക്കോടതികളിലെ ജഡ്ജിമാരുണ്ടല്ലോ, അവരുടെ നിയമനം ആരാണ്, അവരുടെ നിയമാനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ ഹൈക്കോർട്ടായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ അധികാര പരിധി വരുന്നത്. അപ്പം ഹൈക്കോടതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഹൈക്കോടതിയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, അതിൻ്റെ കോമ്പോസിഷൻ, ഘടന പറഞ്ഞു, നിയമനം പറഞ്ഞു, ക്വാളിഫിക്കേഷൻ എന്താണ്, കാലാവധി എന്താണെന്നൊക്കെ പറഞ്ഞു, പിന്നെ അതിൻ്റെ അധികാരങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്കാണ് കിടക്കുന്നത്. ജില്ലാ അല്ലെങ്കിൽ താഴ്ന്ന കോടതി, ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ ലോവർ കോർട്സിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ലോവർ കോർട്സ് 3 തരത്തിലാണ് കേട്ടോ ഉള്ളത്: സിവിൽ കോടതികൾ, ക്രിമിനൽ കോടതികൾ, റവന്യൂ കോടതികൾ. അപ്പോൾ ഇത് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മളിപ്പം കിടക്കുന്നത്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സിവിൽ കോടതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ കോടതികൾ വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളും ഉടമ്പടികളും സംബന്ധിച്ച കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അവയിൽ പൊതുവായ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സിവിൽ കോടതികൾ വരുന്നത്? വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് സംബന്ധിച്ച കേസുകൾക്ക്, അത് എവിടെയാണ് നമ്മൾ പോയിട്ട് കേസ് കൊടുക്കേണ്ടത്, അത് ഈ തരത്തിലുള്ള സിവിൽ കോർട്ടിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പൊതുവായിട്ടുള്ള കേസസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ
കാര്യങ്ങളാണ് നമുക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് പരസ്പര കരാറുകൾ പാലിക്കാത്തതിൽ നിന്നുള്ള തർക്കങ്ങൾ. ഇത്തരം തർക്കത്തിൽ നമ്മളെ സിവിൽ കോർട്ടിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. രണ്ടാമത് വരുന്നത് ആസ്തി തർക്കങ്ങൾ, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്. അപ്പം ഇത്തരം കാര്യങ്ങളും നമുക്ക് സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. ഇനി മൂന്നാമത് വരുന്നത് വിവാഹമോചനം, ഡൈവോഴ്സിനൊക്കെ അല്ലെങ്കിൽ കുടുംബ തർക്കങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും സിവിൽ കോർട്ടിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ കൈക്കൂലി, കരാർ ലംഘനം, ബ്രെച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് പറയല്, കരാർ ലംഘനം, ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇത്രയും 4 പോയിന്റ്സ് വരുന്നുണ്ട് ഇതിൻ്റെ അണ്ടറിൽ, പൊതുവായ കാര്യങ്ങൾ സിവിൽ കോർട്ടിനെ സമീപിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് സിവിൽ കോർട്ടിനെ നമ്മൾ സമീപിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ, സിവിൽ കോർട്ടിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടന. അപ്പം സിവിൽ കോർട്ടിൻ്റെ ഘടനയിൽ ഫസ്റ്റ് വരുന്നത് കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജിയുടെ കോടതി. ഇതാണ് ഉന്നത സിവിൽ കോടതിയാണിത്. ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുമ്പോൾ അതാണ് സിവിൽ കോടതിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതി വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. കോർട്ട് ഓഫ് ദി ഡിസ്ട്രിക്ട് ജഡ്ജ്, അതാണ് നമ്മുടെ സിവിൽ കോടതിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. രണ്ടാമത് വരുന്നത് സബ് ജഡ്ജാണ്. സബ് ജഡ്ജ് അത് സിവിൽ കേസുകളിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ താഴെ വരുന്ന കോടതിയാണ്. പിന്നെ വരുന്നത് മുൻസിഫ് കോടതിയാണ് കേട്ടോ. മുൻസിഫ് കോടതികൾ ചെറിയ തുകകൾ സംബന്ധിച്ച കേസുകൾ, ചെറിയ തുകകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 പ്ലസ് ആണ്. 50,000 ടു 5 lakhിൻ്റെ ബിലോ, ആ ഒരു റേഞ്ചിലുള്ളത്. 50,000-നും 5 ലക്ഷത്തിനും ഇടയിലുള്ള കുറച്ച് ചെറിയ തുകകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സംബന്ധിച്ച കേസുകളൊക്കെ മുൻസിഫ് കോടതി ആണ് നോക്കി നടത്തുന്നത്. ഇനി ചെറിയ കേസുകൾക്കുള്ള കോടതി, ഏറ്റവും ചെറുത് സ്മോൾ കേസസ് കോർട്ട് എന്ന് പറയുന്നത് ചെറിയ തുകയുടെ പ്രശ്നങ്ങൾ, ഇതിൽ അപ്പീൽ നടത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ് മെയിനായിട്ട് പോയിന്റ് പറയുന്നത്, അപ്പീൽ എന്ന ഇതിൽ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 എണ്ണത്തിലും നമുക്ക് അപ്പീലിന് അപ്രോച്ച് ചെയ്യാം. എന്നിരുന്നാൽ നാലാമത് വരുന്ന ഈ ഒരു സ്മോൾ കേസസ് കോർട്ടിൽ, അതായത് ചെറിയ തുക, ഇവിടെ ചെറിയ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000-നും താഴെയുള്ള ചില കേസസ് ഉണ്ടാവില്ല, എന്തെങ്കിലും ഒത്തുതീർപ്പോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേസിന് നമ്മൾ സ്മോൾ കേസസ് കോർട്ടിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ ഈ ഒരു സ്മോൾ കേസ് കോർട്ട് പ്രത്യേകിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അപ്പീൽ സ്വീകരിച്ച് നമുക്ക് മുൻസിഫ് കോർട്ടിലേക്കോ മറ്റുള്ള കോർട്ടിലേക്കോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നാലാമത്തെ പോയിന്റ് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഈ ഒരു സ്മോൾ കേസസ് കോർട്ടിൽ അപ്പീൽ നടത്താൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടെ തീർപ്പ് നടപ്പാക്കുന്നത്? ഈ ഒരു സിവിൽ കോർട്ട്സിലൊക്കെ ഒന്നെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കും, ദാറ്റ് ഈസ് തടയൽ ഉത്തരവ് നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ ഉത്തരവിടും, നഷ്ടപരിഹാരം എന്തെങ്കിലും, അല്ലെങ്കിൽ അപ്പീൽ ജില്ലാ കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കേസ് എന്തെങ്കിലും വന്നതാണെങ്കിൽ തീർപ്പ് നടപ്പാക്കുന്നത്. ഓക്കെ, ഇനി ക്രിമിനൽ കോർട്ട്സ് ആണ് പറയുന്നത്. ക്രിമിനൽ കോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കോടതികളാണ് നിയമലംഘനങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ശിക്ഷാകാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത്. ഇവയിൽ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിമിനൽ കോർട്ടിനെ നമ്മൾ സെഷൻ കോർട്ട് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് സെഷൻ കോർട്ടാണ് ക്രിമിനൽ കോർട്ട് തന്നെ. അപ്പം എന്താണ് ഇവിടെ നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും ശിക്ഷാകാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഒരു സെഷൻ കോർട്ടിൽ വെച്ചിട്ടാണ്. ഇനി ഇവിടെ മൈനർ ക്രൈംസും ഉണ്ടാവും, മേജർ അല്ലെങ്കിൽ സീരിയസ് ക്രൈംസ് ഉണ്ടാവും. മൈനർ ക്രൈംസ് എന്താണ്? മോഷണം, പിന്നെ പബ്ലിക് ന്യൂസൻസ് അല്ലേ, മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ, ഭീഷണി നൽകൽ, ത്രട്ടൻ, കാര്യങ്ങളൊക്കെ നടത്തുന്നത് എവിടെയാണ്? അതിന് എതിരെയുള്ള പരാതി നൽകൽ സെഷൻ കോർട്ടിലാണ്. പിന്നെ അതുകൂടാതെ തന്നെ മർഡർ, കൊലപാതകമാണ്, അപഹരണം, ലൈംഗിക അതിക്രമം, തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളും ക്രിമിനൽ കോടതിയിലാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കാം, ഘടന എങ്ങനെയാണ് വരുന്നതെന്ന്. ആദ്യം വരുന്നത് ദാറ്റ് സെഷൻ കോർട്ട് അല്ലേ, ഏറ്റവും വലിയ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സെഷൻ കോർട്ടാണ്. ഇനി നഗരത്തിൽ വരുന്ന ആ ഒരു കോർട്ടാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്.
മൂന്നാമത് വരുന്നത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്സാണ്. അപ്പം ഇതാണ് ഏറ്റവും അണ്ടറിൽ വരുന്ന കോർട്ട് ഏതിൻ്റെ, നമ്മുടെ ക്രിമിനൽ കോടതികളുടെ കോമ്പോസിഷനിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി റവന്യൂ കോടതികൾ അവസാനം വരുന്ന ഒരു സെഷനാണ് റവന്യൂ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റവന്യൂ കോടതികളിൽ ഭൂമി, ഭൂമിശാസ്ത്രം, ഭൂമിയുടെ നികുതി, കൃഷി സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോർട്സാണ് റവന്യൂ കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂമി ഇടപാടുകളെ കുറിച്ചിട്ടാണ് റവന്യൂ കോർട്ട് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റവന്യൂ കോർട്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വിഷയങ്ങളായിട്ട് വരുന്നത്? അതായത് ഒന്ന് ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ, പിന്നെ ഭൂമി വിക്രയങ്ങൾ, ക്രയവിക്രയങ്ങളുണ്ടല്ലോ, കൈമാറ്റം ചെയ്യുന്നത്, കയ്യേറ്റം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവയുടെയൊക്കെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ് റവന്യൂ കോർട്ടിൽ നോക്കുന്നത്. പിന്നെ പട്ടയഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ, കർഷകരുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് റവന്യൂ കോർട്ടിൽ നമ്മൾ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹൈക്കോർട്ടിനെ നമ്മൾ പരിചയപ്പെട്ടു, ആൻഡ് ദെൻ ലോവർ കോർട്ട്സ് ആയിട്ടുള്ള റവന്യൂ കോർട്ട്സിനുണ്ട്, സിവിൽ കോർട്ടുണ്ട്, സെഷൻ കോർട്ടുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് പ്രസൻറ്റ് ദർ ആർ ഡാഷ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ. അപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എന്താണ്, നിലവിൽ ദർ ആർ ഡാഷ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത്ര ഹൈക്കോർട്ട്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്ര ഹൈക്കോർട്ടാണ് വരുന്നത്? അത് ഓപ്ഷൻ തന്നിട്ടുണ്ട്, 18, 20, 21. ഇതൊന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ തന്നെ ഞാൻ ഫസ്റ്റ് സെഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ്, 21 ആൻസർ വരുന്നത്. 21 തരം 21 ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പം പ്രസൻറ്റിൽ 21 ഹൈക്കോർട്ട്സ് വരുന്നുണ്ട്. ഇനി 2 എന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡാഷ് ഹാസ് എർ ഓൺ സെപ്പറേറ്റ് ഹൈക്കോർട്ട്. അതെന്താണ് യൂണിയൻ ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഇതിന് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് ഹൈക്കോർട്ട്. അതായത് എന്താണ്, അതിന് ഹൈക്കോർട്ട് സ്വയം തന്നെ ഒരു ഹൈക്കോർട്ട് ഉള്ളതാണെന്ന്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, രാമൻജിയു, ചണ്ഡീഗഡ്, ഡൽഹി. അപ്പം ഇപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാം യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പോൾ ഇതിൽ ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. ഡൽഹിയാണല്ലേ ആൻസർ വരുന്നത്. അതും ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡൽഹിക്ക് മാത്രമാണ് ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് ഹൈക്കോർട്ട് വരുന്നതെന്ന് അല്ലേ. അതൊരു സ്റ്റേറ്റ് അല്ല അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ, സ്റ്റേറ്റ് അല്ല ഡൽഹി വരുന്നത്. അപ്പം എന്നിട്ട് പോലും അതിന് ഹൈക്കോർട്ട് നിലവിലുണ്ട്. പിന്നെ ദ ജഡ്ജസ് ഓഫ് ദി ഹൈക്കോർട്ട് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഡാഷ്. അപ്പം എന്താണ്, ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഗവർണർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. ഇതും ഫസ്റ്റ് സെഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു, പ്രസിഡൻ്റാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ദി ജഡ്ജസ് ഓഫ് എ ഹൈക്കോർട്ട് ഇസ് ഡാഷ് ഇയേഴ്സ്. റിട്ടയർമെൻറ്റ് ഏജ് ഹൈക്കോർട്ട് ജഡ്ജിൻ്റെത് എപ്പോഴാണ്, എത്ര വയസ്സിലാണെന്നാണ്. അത് 62ാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ഏജ് വരുന്നത്. ത്രൂ നോട്ട് എ സ്റ്റേറ്റ് ഹാസ് ഹൈക്കോർട്ട്. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ് അല്ലാതിരുന്നിട്ട് കൂടി ഹൈക്കോർട്ടിൽ ഉള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. ത്രൂ നോട്ട് എ സ്റ്റേറ്റ് ഹാസ് എ ഹൈക്കോർട്ട് അല്ലേ. ഹൈക്കോർട്ട് സ്വന്തമായിട്ടുള്ളതിന് നമ്മൾ ഡൽഹിയാണ് അത് വരുന്നത്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ് ഡൽഹി വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നെയിം ദ ഹയസ്റ്റ് സിവിൽ കോർട്ട് ഓഫ് എ ഡിസ്ട്രിക്റ്റ്. അപ്പം ഒരു ജില്ലയിലെ ഏറ്റവും വലിയ സിവിൽ കോർട്ട് ഏതാണെന്നാണ്. ഏതായിരുന്നു, നമ്മൾ ആ ഒരു സിവിൽ കോർട്ട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൻ്റെ കോമ്പോസിഷൻ ഘടന കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട്. അപ്പോൾ അതിലേതാണ് ഹയസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കോർട്ട് ഓഫ് ദി ഡിസ്ട്രിക്ട് ജഡ്ജ് അല്ലേ. ഡിസ്ട്രിക്ട് കോർട്ട് എന്നാണ് നമ്മളതിനെ പറയല്. അതാണ് ഏറ്റവും വലിയ സിവിൽ കോർട്ടാണ് കേട്ടോ. അപ്പം ആ ഒരു കോമ്പോസിഷന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ആ ആരോ മാർക്ക് വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് വിച്ച് ഇസ് ദ ഹയസ്റ്റ് ക്രിമിനൽ കോർട്ട് ഇൻ ഡിസ്ട്രിക്റ്റ്. അപ്പം ജില്ലയിലെ ഒരു ഏറ്റവും വലിയ ക്രിമിനൽ കോർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെഷൻ കോർട്ട് എന്നാണ് അത് വരുന്നത്, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ദി സെഷൻ ജഡ്ജ്. സെഷൻ ജഡ്ജിൻ്റെ കോർട്ടിനാണ് ഏറ്റവും വലിയ ക്രിമിനൽ കോർട്ടായിട്ട് വരുന്നത് ജില്ലയിലെ. ഇനി 8th ക്വസ്റ്റ്യൻ, ദർ ക്യാൻ ബി നോ അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ഡാഷ് കോർട്ട്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു കോടതിയുടെ ഡാഷ് കോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോടതിയുടെ അപ്പീൽ, കോടതിക്ക് എന്താണ്
അവിടെ വരുന്ന കേസിന് അപ്പീൽ സമർപ്പിക്കാൻ കഴിയത്തില്ല. ദർ ക്യാൻ ബി നോ അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി കോർട്ട് അല്ലേ. അപ്പം ഏത് കോർട്ടിലെ കേസിനാണ് നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ കഴിയാത്തത്? ദറ്റ് സ്മോൾ കേസസ് കോർട്ട്സ് ആണ്. സ്മോൾ കേസസ് കോർട്ട്സ് എവിടെയാണ് വരുന്നത്? അത് സിവിൽ കോർട്ടിലാണ് അല്ലേ. അതിൻ്റെ കോമ്പോസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടന, ആരോ മാർക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഏറ്റവും താഴെ വരുന്നതാണ് സ്മോൾ കേസ് കോർട്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, അപ്പീൽ സമർപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ. അവിടെ ഒത്തുതീർപ്പാക്കി കളയും ആ ഒരു കോടതിയിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ദ ഹയസ്റ്റ് റവന്യൂ കോർട്ട് ഇൻ എ സ്റ്റേറ്റ് ഈസ് ദി ഡാഷ്. അപ്പം എന്താണ് ഏറ്റവും വലിയ റവന്യൂ കോർട്ട് സംസ്ഥാനത്തെ തന്നെ ഹയസ്റ്റ് റവന്യൂ കോർട്ട്, അതിനെ എന്താണ് പറയുന്നത്? ബോർഡ് ഓഫ് റവന്യൂ എന്നാണ്. അപ്പം നമ്മൾ അതിനെ പറയുന്നത് ഇപ്പം ഹയസ്റ്റ് റവന്യൂ കോർട്ടിൽ ഞാനൊരു കാര്യം വിട്ടുപോയി. ഫസ്റ്റ് ബോർഡ് ഓഫ് റവന്യൂ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കമ്മീഷണർ ആയിരിക്കും കേട്ടോ. കമ്മീഷണർ കഴിഞ്ഞാൽ പിന്നെ കളക്ടർ ആയിരിക്കും. കളക്ടർ ജില്ലാ തലത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ തഹസിൽദാറാണ് വരുന്നത്. തഹസിൽദാർ ഇത് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി നിയന്ത്രണങ്ങളൊക്കെ തഹസിൽദാറായിരിക്കും. പിന്നെ വരുന്നത് അസിസ്റ്റൻറ്റ് തഹസിൽദാറാണ്. ഈ ഒരു ചെറിയ കോടതികളിലുള്ള കീഴിൽ പ്രവർത്തിക്കുന്നതാണ് എന്താണ് അസിസ്റ്റൻറ്റ് തഹസിൽദാർ. അങ്ങനെയാണ് ആ ഒരു റവന്യൂ കോർട്ടിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പണിഷ്മെൻറ്റ് അവാർഡഡ് ബൈ ലോവർ കോർട്ട്സ് കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് കൺഫർമേഷൻ ബൈ ദി ഹൈക്കോർട്ട്? എന്താണ് താഴ്ന്ന അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ നൽകിയിരിക്കുന്ന ഡെത്ത് സെൻറ്റൻസ് കീഴ്ക്കോടതികൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പണിഷ്മെൻറ്റ് നമ്മുടെ ഹൈക്കോടതിയുടെ സ്ഥിരീകരണമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അത് ഏതാണ് പണിഷ്മെൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ദറ്റ് ഈസ് ഡെത്ത് സെൻറ്റൻസ് ആണ്, മരണശിക്ഷ അല്ലേ. അപ്പം കീഴ്ക്കോടതി ഒരു മരണശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഹൈക്കോടതി സ്ഥിരീകരിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ഡെത്ത് സെൻറ്റൻസ് ഓക്കെ ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഹൈക്കോർട്ട് ആൻഡ് ലോവർ സബോർഡിനേറ്റ് കോർട്ട് വരുന്നത്. ഞാൻ എന്തായാലും എൻ്റെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു.